ഫസ്റ്റ് ചാപ്റ്റർ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ 11ാമത്തെ മോഡലിലേക്കാണ് നമ്മൾ പോകുന്നത്. 10 മോഡൽ വൃത്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവർ 1 10 മോഡൽ കണ്ടിട്ട് ഈ മോഡലിലേക്ക് വരുന്നത് ഏറ്റവും നന്നായിരിക്കും. മോഡൽ എന്ന് വെച്ചാൽ given sum of n times sum of n times എന്നുവെച്ചാൽ n പദങ്ങളുടെ സമ്മ് തുക, n പദങ്ങളുടെ സമ്മ് തരും. ഫൈൻഡ് അരിത്മെറ്റിക് സീക്വൻസ്. ഇതാണ് നമ്മുടെ മോഡലിൻ്റെ ഹെഡിങ്. n പദങ്ങളുടെ സമ്മ് തരും, അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കുക. അരിത്മെറ്റിക് സീക്വൻസ് മാത്രമല്ല ചോദിക്കുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് ചോദിക്കുമ്പം അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ട് എന്തെല്ലാം ചോദിക്കാമോ അതെല്ലാം ഇത് തന്നിട്ടും ചോദിക്കും, മോഡൽ തന്നിട്ടും ചോദിക്കാം. അതായത് നമ്മളൊരു സീക്വൻസ് എന്തിലെങ്കിലും നിന്ന് അരിത്മെറ്റിക് സീക്വൻസ് ഉണ്ടാക്കിയെടുത്താൽ അരിത്മെറ്റിക് സീക്വൻസ് നേരത്തെ തന്നിട്ട് എന്തൊക്കെ ചോദിച്ചോ അതെല്ലാം എവിടെയും ചോദിക്കാമെന്ന് കരുതുക. അതിന് ഫോമിൽ എഴുതിയാൽ സീക്വൻസ് ആണ് കാണേണ്ടത്. അപ്പോൾ T1 T2 T3 കണ്ടുപിടിക്കുക. അപ്പോൾ T1 = S1. അതെങ്ങനെയാണെന്ന് പറയാം. ഇത് T1 S1, T2 = S2, T3 = T1 S1, T2 = S2 minus S1, T3 = S3 minus S2. ഇതാണ് ഫോമുലയായിട്ട് പറയാനുള്ളത്. ഇത് തക്കാളി നോക്കുക, കാരണം പ്രോബ്ലം ചെയ്യുമ്പോൾ അതെന്താണെന്ന് മനസ്സിലായിക്കോളും. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇഫ് സം ഓഫ് n ടൈംസ് ഓഫ് an arithmetic sequence is n plus n square, find sequence. ഇതാണ് ചോദ്യം. അതായത് സം ഓഫ് n ടൈംസ് ഓഫ് ആൻ അരിത്മെറ്റിക് സീക്വൻസ് ഈസ് n plus n square, ഫൈൻഡ് അരിത്മെറ്റിക് സീക്വൻസ്. അതായത് ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ സമ്മ് ഫസ്റ്റ് n ടൈംസ് എന്ന് കൊടുക്കാം. ആദ്യത്തെ n പദങ്ങളുടെ സമ്മ് n plus n square. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ നമ്മൾ ഇത് എന്ത് ടൈം അല്ലാന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്ത് ടൈം ആണെങ്കിൽ n = എന്നേ വരൂ. ഇത് സം ഓഫ് എന്നുള്ള കാര്യം പ്രത്യേകം നോട്ട് ചെയ്യുക. എപ്പോഴും സം ഓഫ് കണ്ടാൽ പിന്നെ Tn അല്ല അവിടെ എടുക്കേണ്ടത്. സം ഓഫ് കണ്ടാൽ Sn ആണ്, സം ഓഫ് n ടേംസ്. അപ്പോൾ Sn ഈസ് ഈക്വൽ ടു n പ്ലസ് n സ്ക്വയർ. Sn ആണ് n പ്ലസ് n സ്ക്വയർ. ഈ Sn എന്ന് എടുത്തതിന് കാരണം സം ഓഫ് n ടൈംസ്, സം ഓഫ് n ടൈംസ് n പ്ലസ് n സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കുന്നതിന് യാതൊരു പാടുമില്ല. സം ഓഫ് n ടൈംസ് ആണിത്. അപ്പോൾ സം ഓഫ് 1 ടൈംസ് S1 ഈക്വൽ ടു n = 1 കൊടുക്കുക. സം ഓഫ് 1 ടൈംസ് ആണ്. അപ്പോൾ 1 n = 1, n = 1 ഇവിടെ 1 പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 1 സ്ക്വയർ 1, 1 പ്ലസ് 1 2. പ്രത്യേകം ശ്രദ്ധിക്കുക, സം ഓഫ് 1 ടൈംസ് ആണ്. ആദ്യത്തെ ഒരു പദത്തിൻ്റെ സമ്മാണ് 2. ആദ്യത്തെ ഒരു പദത്തിൻ്റെ സമ്മാണ് 2. ആദ്യത്തെ ഒരു പദത്തിൻ്റെ സമ്മെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എഴുതാൻ കഴിയുന്ന കാര്യം എന്താണ്? ആദ്യത്തെ ഒരു പദം ഒന്നാം പദം T1 = 2. ആദ്യത്തെ ഒരു പദത്തിൻ്റെ സമ്മാണ് 2. ആദ്യത്തെ ഒരെണ്ണത്തിൻ്റെ, അപ്പം T1 2 ആണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതെന്താണ് 2 ആയെന്ന്. സമ്മും ഒരു പദത്തിൻ്റെ സമ്മും ഒന്നാമത്തെ ടൈം ഒന്നാം പദവും ഒന്നായിരിക്കും. ഇനി S2 കണ്ടുപിടിക്കുന്നു. S2 = ഇവിടെ 2 n = 2 കൊടുക്കുമ്പോൾ 2 പ്ലസ് n = 2, S2 ആയതുകൊണ്ട് 2 പ്ലസ് n സ്ക്വയർ 2 സ്ക്വയർ ഈക്വൽ ടു 2 പ്ലസ് 2 സ്ക്വയർ 4, 2 പ്ലസ് 4 6. വീണ്ടും സം ഓഫ് ഫസ്റ്റ് എന്ന് കൊടുത്തോളൂ, അതാ കറക്റ്റ്. അപ്പോൾ 2 പദങ്ങളുടെ സമ്മ് S2 മീൻസ് 2 പദങ്ങളുടെ സമ്മ്. 2 പദങ്ങളുടെ സമ്മ് 6. 2 എണ്ണം കൂട്ടിയാൽ 6. ഒരെണ്ണം ഉണ്ട്, അതായത് ഒന്നാമത്തെ ഉണ്ട്.
അപ്പോൾ തീർച്ചയായും T2 രണ്ടെണ്ണം കൂട്ടി 6, ഒരെണ്ണം ഉണ്ട് 2. അപ്പം 6 ടോട്ടൽ രണ്ടെണ്ണത്തിൻ്റെ സമ്മാണ് 6 മൈനസ് 2 ഈക്വൽ ടു 4. പറ്റിയിട്ട് 4 ആണ്. എങ്ങനെയാണ് അത് കണ്ടുപിടിച്ചെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. നല്ലൊരു മോഡലാണത്. അപ്പോൾ വീണ്ടും ഇത് മതി അരിത്മെറ്റിക് സീക്വൻസ് കണ്ടുപിടിക്കാൻ. ഇത് മതിയല്ലോ. ഫസ്റ്റ് ടൈം 2, സെക്കൻഡ് ടൈം 4. അപ്പോൾ 2, 4, 2, 2, 4, 4, 2, 6, എക്സ് ആണുണ്ട്. അതല്ല മൂന്നാമത്തേടെ വേണമെങ്കിൽ കണ്ടുപിടിച്ച് നോക്കുക. S3 ഈക്വൽ ടു S3 കണ്ടുപിടിക്കുമ്പം ഇതിൽ n പകരം 3. അപ്പോൾ ഇവിടെ n പകരം 3 പ്ലസ് n പകരം 3, 3 സ്ക്വയർ ഈക്വൽ ടു 3 പ്ലസ് 3 സ്ക്വയർ 9, 9 പ്ലസ് 3 12, S3 12. അപ്പോൾ T3 ഈസ് C. ഇത് 3 പദങ്ങളുടെ സമ്മ്. എസ് എന്ന് വെച്ചാൽ സമ്മ്, തുക. 3 പദങ്ങളുടെ തുക 12. 2 പദങ്ങളുടെ സമ്മ് 6. 2 പദങ്ങളുടെ എടുക്കേണ്ടത് ഒരു പദത്തിലല്ല, 3 പദങ്ങളുടെ സമ്മാണിത്. അപ്പോൾ അതിൽ നിന്ന് 2 പദങ്ങളുടെ സമ്മ് മൈനസ് ചെയ്യാം. ഇത് 3 പദങ്ങളുടെ സമ്മ്, ഇത് 2. അപ്പം 12 മൈനസ് 6 ഈക്വൽ ടു 6. അപ്പം 2, 4, 6. ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ കണ്ടുപിടിച്ചത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, രണ്ടാമത്തെ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക, മൂന്നാമത്തെ കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുക. മൂന്നാമത്തെ കണ്ടുപിടിക്കേണ്ട ആവശ്യം വരുന്നില്ല, 1, 2 മാത്രം കണ്ടുപിടിച്ചാൽ മതി. പ്രത്യേകം നോട്ട് ചെയ്യുക, സം ഓഫ് എന്ന് പറയുമ്പോൾ SN. എപ്പോഴും സമ്മ് പറഞ്ഞാലും എടുക്കരുത്. TN അല്ല ഇവിടെ വരുന്നത്, ഇത് SN ആണ്. TN-ഉം SN-ഉമായിട്ട് പ്രത്യേകം നോട്ട് ചെയ്യുക. TN മീൻസ് എന്ത് ടൈം, SN മീൻസ് സം ഓഫ് n ടൈംസ്. അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസ് 2, 4, 6 എന്ന് കിട്ടുകയും ചെയ്തു. ഇത് കൃത്യമായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇനി ആ ഫോർമുല നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. T1 മീൻസ് S1, T2 മീൻസ് S2-ൽ നിന്ന് S1 മൈനസ് ചെയ്യുന്നത്, T3 S3 മൈനസ് S2. ഇപ്പോൾ അത് ക്ലിയർ ആക്കുക. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇത്രയുള്ള ഇത് ഒരു കണക്കേ പഠിപ്പിക്കുന്നുള്ളൂ. കാരണം ഇതിൽ എങ്ങനെ വന്നാലും ഇവിടെ n+n² ആ n×n+1 എന്ത് വേണം വരാം. ഇതെങ്ങനെ കിട്ടുന്നതെന്നും കൂടി ഒന്ന് പറഞ്ഞു നിർത്തുക. ഇത് ഈ n+n² എവിടെ നിന്ന് വന്നു എന്ന് ശ്രദ്ധിക്കുമ്പം തീർച്ചയായിട്ടും ഓക്കെ 2, 4, 6 എക്സെട്ര ചെറിയ മോഡൽ പഠിപ്പിക്കുമ്പോൾ ചെറിയ സംഖ്യ ഇടുന്നത് വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ SN കണ്ടുപിടിച്ച് നോക്ക്, സം ഓഫ് n ടൈംസ്. ഇതിൻ്റെ സം ഓഫ് n ടൈംസ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഫോർമുല n/2 ഇൻറ്റു 2a പ്ലസ് n-1 ഇൻറ്റു d സ്പീഡ്. സം ഓഫ് n ടൈംസ്, സം ഓഫ് n ടൈംസ് ആണ് കാണുന്നത്. SN ഈക്വൽ ടു സം ഓഫ് 30 ടൈംസ് ആണെങ്കിൽ n പകരം 30. ഇത് n ടൈംസ് ആകുമ്പോൾ n പകരം n തന്നെ, n/2 ഇൻറ്റു 2a. 2 ഇൻറ്റു എക്ക് പകരം എ ഫസ്റ്റ് ടൈം 2. ആ മോഡൽ കൃത്യമായിട്ട് പഠിച്ചു വന്നവർക്ക് ഇതിപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും. പഠിക്കാത്തവർക്ക് ഇത് ബുദ്ധിമുട്ടാവും. അതൊക്കെ. ഇപ്പോൾ n-1 ഇൻറ്റു d. d മീൻസ് 4 - 2 അല്ലെങ്കിൽ 6 - 4 2 ഈക്വൽ ടു n/2 ഇൻറ്റു 2 × 2 4 പ്ലസ് ഇവിടെ n-1 കാണാക്കാത്തതുകൊണ്ട് 2 കൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. 2 × n 2n സ്പീഡിൽ വരിക. 2 × 1 2 ഈക്വൽ ടു n/2 ഇൻറ്റു 2n അതിനകത്തുണ്ട് പ്ലസ് 4 - 2 2. ശ്രദ്ധിച്ചേ, ഇത് വന്നേക്കുന്ന ഒന്നുകൂടി ഈ ബ്രാക്കറ്റിന് വെളിയിലുള്ള n/2 കൊണ്ട് അകത്തുള്ള ഓരോന്ന് ഇൻറ്റ് ചെയ്ത് നോക്കുക. n/2 ഇൻറ്റു ഫസ്റ്റ് 2n. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതൂടെ പഠിക്കുക. n/2 ഇൻറ്റു ഫസ്റ്റ് 2n, പിന്നെ ഒരു പ്ലസ്, വീണ്ടും n/2 വെളിയിലുള്ളത് ഇൻറ്റു 2. 2ഉം 2ഉം ക്യാൻസൽ, n × n ആ വരുന്നത്. വ്യക്തതയില്ലെങ്കിലും ശ്രദ്ധിക്കുക, ഇവിടെ n × n n² പ്ലസ് 2 × 2 ക്യാൻസൽ ആവും. അവിടെ ബാലൻസ് കാണത്തില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഈ സ്റ്റെപ്പ് അനുസരിച്ച് വരുമ്പോൾ അത് കിട്ടിക്കോളും. ഇവിടെ ബാക്കി n² പ്ലസ് SN ഈക്വൽ ടു ഈ സം ഓഫ് n ടൈംസ് കാണുന്നിടത്താണ് ഈ സം ഓഫ് n ടൈംസിൻ്റെ ഈ ഒരു മോഡൽ വരിക. അത് വെച്ചുകൊണ്ടാണ് ഈ ചോദ്യം ഉണ്ടായെന്ന് കൂടി മനസ്സിലാക്കുമ്പം ഈ മോഡൽ പൂർണ്ണമായി. ഓക്കെ.